ത്രികോണ മത്സരം ഉണ്ട്, തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും പറയില്ല. ത്രികോണ മത്സരം ഉണ്ടോ? ത്രികോണ മത്സരമല്ലല്ലോ, ഒന്നും രണ്ടല്ല, ഒന്നാണ്. ഇടതും വലതും ഒന്നാണ്. അതുകൊണ്ട് അവർ രണ്ടും ഒന്നാണ്, BJP വേറെയാണ്. അപ്പോൾ നേരിട്ടുള്ള മത്സരമാണ്. കോൺഗ്രസിനും CPM-ഉം ഒരുമിച്ച് മത്സരിക്കുന്നു. ഞങ്ങൾ ഇപ്പുറത്ത് മത്സരിക്കുന്നു. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ ഞങ്ങൾ മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും മത്സരിക്കുന്നു. അപ്പോൾ എങ്ങനെ ത്രികോണമാവുക? നേരിട്ട് മോദിക്കെതിരായിട്ടുള്ള, നേരിട്ട് സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള മത്സരമാണ്. അതിനകത്തൊരു സംശയവുമില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു സത്യം എൻ്റെ സുഹൃത്ത് തുറന്നു പറഞ്ഞതിൽ ഞാൻ വലിയ അപ്പൊ എന്നോടുള്ള ചോദ്യത്തിൽ തെറ്റുപറ്റിയതാവും. അതെനിക്ക് വിരോധമില്ല. അപ്പോ ഒരു കാര്യം കൃത്യം, നേരിട്ടുള്ള മത്സരമാണ്. അത് മോദിയുമായിട്ടുള്ള മത്സരമാണ്. അത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ അപ്പുറത്തെ മത്സരം, മോദി പ്രധാനമന്ത്രിയാക്കാൻ ജനങ്ങൾ നടത്തുന്ന മത്സരം. പക്ഷെ ഞാൻ ഒന്ന് തീർക്കാം, വളരെ പെട്ടെന്ന് തീർക്കാം. ഞാൻ ഇപ്പോൾ വൈകി വന്നത് ആലത്തൂരിൽ ഇവിടം വരെ എത്താനുള്ള പ്രശ്നം കൊണ്ടാണ്. എന്തൊക്കെ, ആരൊക്കെ, എവിടൊക്കെ, ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും ശരി, നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. സുരേഷ് ഗോപി തന്നെയാണ് ഈ തൃശ്ശൂരിലെ MP സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുക. ഒരു സംശയമില്ല. ഇനി പൂരം പറഞ്ഞോ. ഇപ്പൊ 3 അഭിപ്രായം സ്ഥാനാർത്ഥികൾക്കും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അനിലിനോട് മറുപടി പറയാൻ ഒരു ചെറിയ സമയം. അനിൽ എന്ന് മറുപടി പറഞ്ഞാൽ ഞാൻ പറയും. മേയർ അഭിപ്രായം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരാഴ്ച മുമ്പ്. അപ്പുറത്ത് ഞാൻ പറയണേ, പിന്നെ ഗോപാൽജി ചർച്ച തുടങ്ങിയപ്പോ ശക്തൻ തമ്പുരാന്നൊക്കെ പറഞ്ഞപ്പോ ഈ തൃശ്ശൂർ റൗണ്ടിന്റെ പേര് സ്വരാ റൗണ്ട് എന്നാണ്. സുൽത്താൻ ബത്തേരിയുടെ പേര് റൗണ്ടിന്റെ പേര് പോയി കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടി വരും. റൗണ്ടിന്റെ പേര് ആനവട്ടം. ഈ മേയറോടുള്ള വിരോധം എന്താ പ്രശ്നം പറഞ്ഞാൽ, ഈ മേയറോട് സത്യം പറഞ്ഞു. കാരണം ജയിച്ചുപോയ MP ഒരു ചുക്കും ചെയ്തില്ല. ചെയ്തത് തോറ്റ MP സുരേഷ് ഗോപിയാ. അത് ഈ ചങ്ങായി തുറന്നു പറഞ്ഞപ്പോ അപ്പത്തൊട്ട് തുടങ്ങിയ ഈ ചങ്ങായിയോട് എന്തൊരു കഷ്ടം. ഒരു സത്യം പറയാൻ അനുവദിക്കുക, ഒരു സത്യം പറയാൻ പറയാം. മനുഷ്യന് സത്യം പറയട്ടെ. എന്തോന്നാണെന്ന് ഒരു സത്യം പറയട്ടെന്ന്. എന്ത് സത്യം തമ്പുരാന്റെ പ്രതിമ? അതെ, അല്ലെ, പൂരത്തില് എല്ലാ വർഷവും വേറൊരു കാര്യമുണ്ട്. പൂരത്തിന് തെരിഞ്ഞു നോക്കാത്ത ആളെ ഞാൻ കണ്ടിട്ടില്ല. മേളത്തിൽ വരാറില്ല. ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ പൂരത്തിന് വരുന്ന ആളാണ്. ഞാൻ അതിന് വന്നിരുന്നൊരു കാര്യമുണ്ട്. പൂരത്തിനേക്കാൾ എന്നെ ഈ തണ്ണിമത്തി ഉണ്ടല്ലോ. തൃശ്ശൂർക്കാർക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക്, വർഗീസേട്ടനൊക്കെ അറിയാം, CN ബാലകൃഷ്ണൻ ഞങ്ങൾക്ക് രാവിലെ മുതൽ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഭക്ഷണം, എല്ലാ സൗകര്യം ഞങ്ങൾക്ക് DC ഒരുക്കാറുണ്ട്. CN ബാലകൃഷ്ണ കാലം മുതൽ അത് പ്രതാപം തുടർന്നു. പിന്നെ ഇപ്പൊ ജോസ് വള്ളൂരും തുടരുകയാണ്. രാവിലെ ആർക്കെങ്കിലും ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആഗ്രഹം ഗോപാൽജി വരണ്ട, ഞങ്ങളെ സംഖ്യകളെ കയറ്റാറില്ല. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അവിടെ കൊടുക്കും. രാവിലെ മുതൽ അവിടെ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞെന്താ, എല്ലാവർക്കും വിഭവസമൃദ്ധമായ, കോൺഗ്രസിലെ ആളുകൾക്ക് വിഭവസമൃദ്ധമായ സദ്യ DCC-ലുണ്ട്. ഈ നാട്ടുകാർക്ക് മുഴുവനും വിഭവസമൃദ്ധമായ സദ്യ BJP ഓഫീസിലുണ്ട്. അതെങ്ങനെ എനിക്ക് പറയണ്ടേ? പറഞ്ഞോ. ഒരു തല്ലൂല്ല. ഞാൻ ചോദിക്കുന്നത്, നാളത്തെ മേയർ പറഞ്ഞിട്ടുണ്ട് കെങ്കേമം പൂരാക്കുന്നതാണ്. അതിലെ പൂരത്തിന്റെ പരിപാടി എന്താ? അല്ല, പൂരത്തിന് മേയർക്ക് രാഷ്ട്രീയമായ അഭിപ്രായത്തെ സംബന്ധിച്ച് മേയർക്ക് പൂർണ്ണ പിന്തുണയാണ്. ഒരു തർക്കം കാര്യത്തിൽ പൂരം അടിച്ചു പൊളിക്കും. തൃശ്ശൂർ പൂരം അടിച്ചു പൊളിക്കും. ഒരു സംശയമില്ല. അതിനകത്ത് രാഷ്ട്രീയമില്ല.